ശരി, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, താങ്കൾ എന്തായാലും സി പി എമ്മിന്റെ നിലപാടിനെ പുകഴ്ത്തുകയാണല്ലോ. അത് പക്ഷേ സി പി എം അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് കേരളം കണ്ടുകൊണ്ടാണെന്നുള്ള ചർച്ചയിലേക്ക് വരികയാണ്. കാരണം സി പി എം ചുരുങ്ങുകയാണല്ലോ കേരളത്തിലേക്ക്. അതിനുള്ള മറുപടി കൂടിയാണ് ഫക്രുദ്ദീൻ നൽകിയത്, അല്ലേ? അദ്ദേഹം അല്ല എന്ന് പറഞ്ഞാലും. ശ്രീ ഹസ്കർ, മഞ്ജുഷേ, സി പി എം എടുത്തിട്ടുള്ള നിലപാട്, പോളിറ്റ് ബ്യൂറോ കൂടിയാലോചിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് കൃത്യമായി കാലാകാലങ്ങളായി സി പി എം എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ്. സ്വാഭാവികമായും മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത്. വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യത മാത്രമാണ്. അത് ഒരു കാരണവശാലും സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസുകൾ ഉള്ള ഘട്ടത്തിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു കാരണവശാലും മതത്തിന്റെ നിറം കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് എന്ന് പറയുന്നത് സി പി എം കേരളത്തെ മാത്രം കണ്ടുകൊണ്ടല്ലോ. സി പി എം ഒരു ചെറിയ പ്രാദേശിക പാർട്ടിയാണെന്നൊക്കെ ഷാബു കളിയാക്കുമ്പോൾ പോലും പ്രാൺ പ്രതിഷ്ഠാ മഹോത്സവത്തിന് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുന്ന തരത്തിലേക്ക് ആ പാർട്ടി പ്രസക്തമാണെന്നേ. സി പി എമ്മിനെ നിങ്ങൾ ഭയപ്പെടുന്നത് ഞങ്ങൾ ചെറിയ പാർട്ടി ആയതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ നിലപാടുകൾ കൊണ്ട് ഇന്ത്യയിലാകമാനം നിങ്ങളെ വിറപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിചാരധാരയിൽ ഞങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന തരത്തിൽ നിങ്ങളുടെ ആചാര്യന്മാർ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായും കേരളത്തിലും ഇന്ത്യയിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു ബി ജെ പി തന്നെയാണ്. അതുകൊണ്ടാണ് മതനിരപേക്ഷ നിലപാട് കോൺഗ്രസ് എടുക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. മതനിരപേക്ഷ നിലപാട്, മതേതരത്വത്തെ സംരക്ഷിക്കുക എന്ന നിലപാട് എടുക്കണമെന്നുണ്ടെങ്കിൽ രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ മഹോത്സവത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു നിലപാടാണ് താങ്കൾ ഈ പറയുന്നത്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ള നിലപാട്. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കോൺഗ്രസ് ഒരിക്കലും മുന്നേറി വരരുത് എന്ന് കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് കൂടിയാണല്ലോ അത്. ഈ 1989 രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒരു പ്രത്യക്ഷത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനുശേഷം 89 ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങൾ നാം കാണാതിരുന്നുകൂടാ. ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയിൽ മതം കലർന്ന രാഷ്ട്രീയവും ഹിന്ദുത്വ അജണ്ടയും മാത്രം ചർച്ച ചെയ്യപ്പെടുകയും ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചോ ഇന്ത്യയുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചോ ഇന്ത്യയുടെ തത്വശാസ്ത്രത്തെക്കുറിച്ചോ ഇന്ത്യയുടെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചോ ഇന്ത്യയുടെ കർഷകരെ കുറിച്ചോ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സമയമില്ലെന്നേ. അങ്ങനെ നമ്മുടെ ചർച്ച വഴിമാറിപ്പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹിന്ദുത്വ സമീപനവുമായി ബി ജെ പി നിൽക്കുകയും മറുവശത്ത് കോൺഗ്രസ് മതേതര മുഖം അണിഞ്ഞുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ മൃദു ഹിന്ദുത്വ സമീപനം വിട്ടുവന്നാൽ കോൺഗ്രസിന് ഇന്ത്യ ഒട്ടാകെ ഹിന്ദുത്വ സമീപനം, ഹിന്ദുത്വ ചിഹ്നങ്ങൾ, ഹിന്ദുത്വമായിട്ടുള്ള ചടങ്ങുകൾ ഒക്കെ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ആചരിച്ചാൽ കോൺഗ്രസിന് ഇന്ത്യ ഒട്ടാകെ കടന്നുപിടിക്കാനാകും എന്ന് കരുതുന്നിടത്താണ്. കാരണം പ്രത്യയശാസ്ത്രപരമായി പോലും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വേരുകൾ അറുത്തുമാറ്റണമെങ്കിൽ അങ്ങനെ മൃദു ഹിന്ദുത്വ സമീപനമല്ലെന്നേ. ഹിന്ദു സമൂഹത്തിനുള്ളിൽ കൃത്യമായി അതിനുള്ള പ്രചരണം നടത്തുന്ന ബാധ്യത കോൺഗ്രസിനുണ്ട് ഇന്ത്യ ഒട്ടാകെ. രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തി പറഞ്ഞുകൊണ്ട്, രാജ്യം നേരിടുന്ന ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ആണ് കോൺഗ്രസ് വരേണ്ടത്. മറിച്ച് ബി ജെ പി കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി കാണിക്കുന്ന ഈ നമ്പറുകൾ കണ്ട് ഭയന്നു പിന്മാറുകയല്ല വേണ്ടത്. ബി ജെ പി കാണിക്കുന്ന നമ്പറുകൾക്ക് മറുകണ്ഠം ചാടുന്ന തരത്തിൽ ഇന്ത്യ ഒട്ടാകെ പ്രചരണം നടത്തുന്നതിന് കോൺഗ്രസിന്റെ കടുത്ത രാജ്യസ്നേഹം വെച്ചുകൊണ്ടും കടുത്ത രാഷ്ട്രീയ വിശദീകരണങ്ങൾ കൊണ്ട് കഴിയും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലേക്ക് മാറുന്നതിനാണ് കോൺഗ്രസിന് അവസരം തേടേണ്ടത്. അതിനു പകരം കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്നത് ബി ജെ പി എടുക്കുന്ന അതേ നാണയത്തിന്റെ മറുവശം എടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലടക്കം ഇത്തരം ഒരു സമീപനം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യക്ഷത്തിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. നേരത്തെ ശ്രീ ഫക്രുദ്ദീനൊക്കെ സൂചിപ്പിച്ചതുപോലെ 10 താഴെയിലേക്ക് കോൺഗ്രസിന് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ സ്വാഭാവികമായും ഈ 20 എം പിമാരും പാർലമെന്റിൽ ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് കൊണ്ട് അത് ഫലത്തിൽ ദോഷമൊന്നും ചെയ്യില്ല എന്ന് മാത്രമേ നമുക്കിപ്പോ കരുതാനാകൂ. ശരി.